അപകടകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് വന്നും ബുദ്ധിമുട്ടായും ഗുരുതരമായി മാറുന്നു. ചില നിർണായകമായ തീരുമാനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ ഇവിടെ വെച്ചുകൊണ്ട് പറയും. ബഹുമാന്യനായ എല്ലാത്തിനെയും നിരാകരിച്ച് ഈ ബോഡിയോട് അനാദരം കാണിക്കരുത്. ഈ ബോഡി ഇനി ഒരു സെക്കൻഡ് വെക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ ഗൗരവതരമായ സാഹചര്യത്തിലാണ്. നിങ്ങളൊന്ന് ഈ വാനിൽ കയറി നോക്കണം. നിങ്ങളോട് ഹൃദയം തൊട്ടപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാന്യനായ IC ബാലകൃഷ്ണൻ MLA ഇതിന്റെ തീരുമാനങ്ങൾ IC ബാലകൃഷ്ണൻ MLA പറയും. എല്ലാവരും ഒന്ന് നിശബ്ദമാകണം. എല്ലാവരും നിശബ്ദമായാലേ കേൾക്കുള്ളൂ. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പോളിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുമ്പോൾ ഞങ്ങൾ ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ജില്ലാ ഭരണകൂടം, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അടക്കമിരുന്ന് പോളിന്റെ കുടുംബത്തിന്റെ ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും ആ കുടുംബത്തിന് 50 ലക്ഷം രൂപ കൊടുക്കണമെന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ അകത്ത് 11 ലക്ഷം രൂപ ഇൻഷുറൻസ് അടക്കമുള്ള 11 ലക്ഷം രൂപ 2 ദിവസം കൊണ്ട് പോളിന്റെ കുടുംബത്തിന് നൽകുകയും കൂടാതെ ബാക്കി 40 ലക്ഷം രൂപ ഗവൺമെന്റിലേക്ക് ശുപാർശ ചെയ്യുവാനും ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനമെടുത്തു. പോളിന്റെ ഭാര്യയ്ക്ക് താൽക്കാലിക ജോലിയല്ല, സ്ഥിരം ജോലി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥിരം ജോലി കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. പോളിന്റെ കുട്ടിയുടെ ഉപരിപഠനം SSLC ആണ്. കുട്ടി SSLC +1 +2 സർക്കാർ ചെലവിൽ പഠിക്കും. ഉപരിപഠനം സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ള ശുപാർശയാണ് കൊടുക്കുന്നത്. ഈ കാര്യം വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചു. പോളിന്റെ എല്ലാ ലോണുകളും, സർക്കാർ ബാങ്കുകളുടെ ലോണുകൾ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ആനയെ റേഡിയോ കോളർ വെച്ച് പിടിച്ച് എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ച് ഐഡന്റിഫൈ ചെയ്ത് വെടിവെച്ച് നീക്കാൻ തീരുമാനിച്ചു. തീരുമാനങ്ങൾ എങ്ങനെ കേൾക്കാൻ വെച്ചാൽ എങ്ങനെ കേൾക്കാൻ ഞങ്ങൾ മനുഷ്യരുണ്ട്. ഒരു നിമിഷം ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ട കർഷകരെ, ഒരു നിമിഷം ശ്രദ്ധിച്ചേ. അവരെടുത്ത തീരുമാനങ്ങൾ ഒരു മിനിറ്റ് പ്രിയപ്പെട്ടവരെ, ഇവരെടുത്ത തീരുമാനങ്ങൾ എന്താണെന്ന് മുഴുവനൊന്ന് കേട്ടതിന് ശേഷം അത് കേൾക്കണം. അത് കേൾക്കണ്ടേ അല്ല, കേൾക്കട്ടെ. ഇത്തരം തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പോളിന്റെ ബോഡി കൃത്യമായി അടക്കുന്നതിന് വേണ്ടി, കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിൽ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ എല്ലാവരും ചേർന്ന് മാത്രമല്ല ഈ കാര്യങ്ങൾ അവരുടെ കുടുംബക്കാരടക്കം അംഗീകരിച്ചതാണ്. എല്ലാവരും സമാധാനപരമായി ആദ്യം ഇതൊന്ന് കേൾക്കണം. ഇതൊന്ന് കേൾക്കണം. ഒരു മിനിറ്റ് ഇവിടെ നിന്ന് പറഞ്ഞ കേൾക്കില്ല. നിങ്ങൾ ഒന്നുകിൽ ഇത് കേൾക്കണം, അല്ല എങ്കിൽ ബഹളം തുടർന്നാൽ തീരുമാനം പറയട്ടെ. ഒന്ന് IC ബാലകൃഷ്ണൻ MLA തീരുമാനങ്ങൾ ഇവിടെ പറഞ്ഞു.